വോട്ടെടുപ്പ് തിങ്കളാഴ്ച. പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് ഭരണമുന്നണിയിലെ മുത്താഹിദ ഖ്വാമി മൂവ്മെന്റ്. മലബാർ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകടകരമായി വാഹനമോടിച്ചതിന് 3 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ്. നടപടി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലഖ്നൌവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാൻ ബിജെപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും NDA മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തും. ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടാനാവാതെ ഇറ്റലി പുറത്ത്. പ്ലേ ഓഫിൽ നോർത്ത് മാസിഡോണിയയോട് തോൽവി ഏറ്റുവാങ്ങി. തുർക്കിയെ തകർത്ത് പോർച്ചുഗൽ പ്ലേ ഓഫ് ഫൈനലിൽ കടന്നു. ഐ ലീഗിൽ ഇന്ന് ഗോകുലം കേരള FC മുഹമ്മദൻ സ്പോർട്ടിംഗ് പോരാട്ടം. സംസ്ഥാനത്ത് സിൽവർ ലൈൻ സർവേ നിർത്തി. ഇവിടെ ജീവിക്കാനായിട്ട് 3 സെന്റ് 2 സെന്റുള്ള ആളുകൾക്ക് താമസിച്ചു. സർവേക്കല്ല് കുഴിച്ചിടൽ താൽക്കാലികമായി നിർത്തി. സർവേക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് കെ-റെയിലിന്റെ തീരുമാനം. വരുന്ന ബുധനാഴ്ച മുതൽ കൊല്ലത്ത് സർവേ നടപടികൾ പുനരാരംഭിക്കാമോ എന്ന് കെ-റെയിൽ പരിശോധിക്കുന്നുണ്ട്. സർവേ നടപടികൾ നിർത്തിവെച്ചിട്ടില്ലെന്നായിരുന്നു കെ-റെയിൽ MD V അജിത് കുമാറിന്റെ പ്രതികരണം. അതിനിടെ സാമൂഹിക ആഘാത പഠനം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഇതിനായി നിയോഗിച്ച കേരള വോളണ്ടറി ഹെൽത്ത് സർവീസ് ആവശ്യപ്പെട്ടു. 2 മാസത്തോളം കേരളത്തിൽ സംഘർഷം സൃഷ്ടിച്ച കല്ലിടലിനും കല്ലുപിഴുതറലിനും താൽക്കാലിക വിരാമം. പലയിടത്തും പ്രക്ഷോഭം ശക്തമായതോടെ സിൽവർ ലൈൻ സർവേ കല്ലുകൾ സ്ഥാപിക്കൽ നിർത്തി. റവന്യൂ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കെ-റെയിലാണ് കല്ലുകൾ സ്ഥാപിച്ചിരുന്നത്. ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, വാഹനങ്ങൾ ആക്രമിക്കുക എന്നത് പതിവായതോടെയാണ് തീരുമാനം. മാടമ്പള്ളി, തിരുനാവായ, ചോറ്റാനിക്കര, കല്ലായി, കീഴാറ്റിങ്കൽ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ കല്ലിടലിനെതിരെ പ്രക്ഷോഭം ശക്തമായിരുന്നു. കല്ലിടൽ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നായിരുന്നു കെ-റെയിൽ MD V അജിത് കുമാറിന്റെ പ്രതികരണം. കെ-റെയിൽ MD സമ്മതിച്ചില്ലെങ്കിലും സർവേ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നതാണ് വാസ്തവം. വരുന്ന ബുധനാഴ്ച കൊല്ലത്ത് സർവേ നടപടികൾ പുനരാരംഭിക്കാനാകുമോ എന്ന് കെ-റെയിൽ പരിശോധിക്കുന്നുണ്ട്. അതിനിടെ സാമൂഹ്യാഘാത പഠനം നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കാനാവില്ലെന്ന് കേരള വോളണ്ടറി ഹെൽത്ത് സർവീസ് മേധാവി സാജു V ഇട്ടി പറഞ്ഞു. നമ്മളോട് ഏൽപ്പിച്ചിരുന്ന സമയത്തിനകം പൂർത്തീകരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഉത്തരവാദിത്വം. അപ്പൊ അത് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമയം തരണമെന്ന് ഗവൺമെന്റിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. നമ്മള് കല്ലിട്ടെടുത്തെല്ലാം നമ്മുടെ സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം ഒഴിച്ച്. സമയത്തിന്റെ കാര്യത്തില് ഈ പറഞ്ഞ 100 ദിവസം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഞങ്ങൾക്കൊരു 125 അല്ലെ 130, 140 ദിവസം വേണ്ടി വരുമായിരിക്കും. സർവേ നടപടികൾ നിർത്തിവെച്ചത് സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെ നേട്ടമാണ്. കല്ലുകൾ പിഴുതാൽ വീണ്ടും സ്ഥാപിക്കുമെന്ന് ആവർത്തിച്ചിരുന്ന സർക്കാർ നിലപാടിന് താൽക്കാലിക തിരിച്ചടിയും. ന്യൂസ് ഡെസ്ക് 24. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന്. ദീപക്, എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, നേരത്തെ തന്നെ പ്രതീകാത്മക സർവേ കല്ല് കളക്ടറേറ്റിനകത്ത് സ്ഥാപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു. തുടർന്ന് ഒരു മാർച്ച് കളക്ടറേറ്റിനകത്ത് അടുത്തേക്ക് സംഘടിപ്പിക്കുകയും ചെയ്തു. ആ മാർച്ച് ആദ്യഘട്ടത്തിലൊക്കെ വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ അത് കഴിഞ്ഞ അല്പസമയമായപ്പോഴേക്കും പ്രവർത്തകർ പ്രകോപനപരമായ നീക്കങ്ങൾ ചിലത് നടത്തി. കുറച്ചുപേർ കളക്ടറേറ്റിനകത്തേക്ക് ചാടിക്കയറുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നുവെങ്കിലും അത് മറികടന്നുകൊണ്ട് വനിതാ പ്രവർത്തകരടക്കം കളക്ടറേറ്റിനകത്തേക്ക് ചാടിക്കടന്നു. അങ്ങനെ കൂടുതൽ പ്രവർത്തകർ കളക്ടറേറ്റിനകത്തേക്ക് എത്തിയോടുകൂടിയാണ് പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കളക്ടറേറ്റിനകത്ത് കയറിയവരെയെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റു പ്രവർത്തകരെല്ലാം കളക്ടറേറ്റിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ റോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തുള്ള ആളുകളെ പൂർണ്ണമായും ബസ്സിനകത്തേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ കുറച്ച് പ്രവർത്തകർ കൂടി തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ കൂടി ഇനി ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതോടുകൂടി ഏതാണ്ട് ഇവിടെയുള്ള ഒരു സംഘർഷ സാഹചര്യം മാറുമെന്നുള്ളതാണ്. നേരത്തെ
നേരത്തെ തന്നെ ഇത്തരത്തിൽ ജില്ലയ്ക്കകത്ത് പലയിടങ്ങളിലും സർവേ നടപടികൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് കളക്ടറേറ്റുകളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധമാണ് ആലപ്പുഴയിലും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശരി, ദീപക് മലയമ്മയാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സിൽവർ ലൈൻ സർവേക്കല്ല് കുഴിച്ചിടൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സർവേക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് കേരളിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പമുണ്ട് തത്സമയം. വി എ ഗിരീഷ്, സംസ്ഥാനത്ത് ഒരിടത്തും ഇന്ന് കല്ലിടൽ നടന്നില്ല എന്നുള്ള വിവരമാണോ പുറത്തുവരുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം? സുജയ, സിൽവർ ലൈൻ്റെ സർവേക്ക് മതിയായ സുരക്ഷയില്ല, അല്ലെങ്കിൽ സുരക്ഷ നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഈ സ്വകാര്യ ഏജൻസി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുണ്ടായി. എന്നാൽ ചിലയിടങ്ങളിൽ ഈ പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്തു. ഈ സമയത്ത് ഈ സ്വകാര്യ ഏജൻസി സർവേ നടത്താനായി കൊണ്ടുവന്ന ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ വാഹനങ്ങൾ തടയുന്നു. വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ ഉപരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിനാൽ തന്നെ മതിയായ സംരക്ഷണം തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഈ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം കേരളിനോട് അനൗദ്യോഗികമായി ഈ സ്ഥാപനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ പോലീസിന്റെ സുരക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഏജൻസി പറഞ്ഞിരിക്കുന്ന വിശദീകരണം. കാരണം ഇനി കൂടുതലും സർവേ നടക്കേണ്ടത് അല്ലെങ്കിൽ കല്ലിടേണ്ടത് ജനവാസ മേഖലകളിലാണ്. ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ ഭാഗത്ത് ഉണ്ടാകും. ഈ പ്രതിഷേധം ഒരുപക്ഷെ അക്രമാസക്തമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ നിലവിലുള്ള സംവിധാനത്തിൽ ഈ കല്ലിടലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, സുരക്ഷയില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന വിശദീകരണം. എന്നാൽ സർക്കാരാകട്ടെ ഈ ഒരു സമയത്ത് കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വേണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. സുജയ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ന് സംസ്ഥാനത്ത് ഒരിടത്തും തന്നെ ഈ സിൽവർ ലൈൻ്റെ സർവേ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. എല്ലായിടത്തും ഈ കല്ലിടൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്കൽ പോലീസ് തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ ഒരു നിസ്സഹായ അവസ്ഥ ഈ അധികൃതരെടുത്ത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് സുജയ ഇപ്പോൾ. വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ താൽക്കാലികമായി ഒരു ചുവട് പിന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. താൽക്കാലികമായി കല്ലിടൽ നടപടി നിർത്തിവെച്ച തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനിടയിൽ പോലീസ് വലിച്ചിഴച്ച ജിജി ഫിലിപ്പ്. സാമൂഹിക ആഘാത പഠനത്തിന് കല്ലിടേണ്ട ആവശ്യമില്ലെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ജിജി ഫിലിപ്പ് 24-നോട് പറഞ്ഞു. താൽക്കാലികമായി കല്ലിടൽ നിർത്തിയതിൽ സന്തോഷം. സാമൂഹ്യ ആഘാത പഠനത്തിന് കല്ലിടേണ്ട ആവശ്യകത ഇല്ല എന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. സമരം പദ്ധതിക്കെതിരാണ്. പദ്ധതി വേണ്ട, പദ്ധതി നിരുപാധികം ഉപേക്ഷിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് സാമൂഹ്യ ആഘാത പഠനത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നാലും പദ്ധതി നടപ്പിലാക്കണമെന്നാണ്. പിടിവാശി ഉപേക്ഷിച്ച് സബ്ജക്റ്റ് എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണം, നിരുപാധികം ഉപേക്ഷിക്കണം. ഇവിടെ ജീവിക്കാനായിട്ട് 3 സെന്റ് 2 സെന്റുള്ള ആളുകൾക്ക് താമസിക്കാൻ സിൽവർ ലൈൻ തയ്യാറാണ്, സിൽവർ ലൈനുമായി മുന്നോട്ട് പോകും എന്നൊക്കെ സർക്കാർ പറയുമ്പോഴാണ് ഇപ്പോൾ പ്രതിഷേധം ഭയന്നുകൊണ്ട് പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ എന്തൊക്കെ പഠനങ്ങൾ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. അതായത് സിൽവർ ലൈൻ ട്രാക്കിലാകാനായി നടത്തിയ പഠനങ്ങൾ, സാധ്യതാ പഠനമാണ് ആദ്യത്തേത്. സാധ്യതാ പഠനം എങ്ങനെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ സാധ്യതകൾ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി. അതുപോലെ തന്നെ ട്രാഫിക് സർവേ നടത്തി, മണ്ണ് പരിശോധന നടത്തി, പാരിസ്ഥിതിക പഠനവും നടത്തി. ഇനിയും ചില പഠനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ കിട്ടിയ തത്വത്തിൽ ഉള്ള അനുമതിയിൽ നിന്ന് പൂർണ്ണ അനുമതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇനി നടത്തേണ്ടത് പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹിക ആഘാത പഠനമാണ്. അതിനാണിപ്പോൾ തടസ്സം വീണിരിക്കുന്നത്. സർവേ കല്ലിടൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ പ്രളയം, ജലമൊഴുക്ക് എന്നിവയെക്കുറിച്ചുള്ള ഹൈഡ്രോളജിക്കൽ പഠനം അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അലൈൻമെന്റ് കടന്നു പോകുന്ന ജലാശയങ്ങളിലെ ആഴം പഠിക്കുന്നതിനായി ഹൈഡ്രോഗ്രഫിക് സർവേ നടത്തേണ്ടതുണ്ട്. റെയിൽവേ ഭൂമിയെയും മറ്റ് റെയിൽ പാതകളെയും എങ്ങനെയാണ് ഈ പദ്ധതി ബാധിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനായി
കേരളയിൽ റെയിൽവേ ഒരു സംയുക്ത സർവേ നടക്കേണ്ടതുണ്ട്. ഇതുവരെ ലഭിച്ച അനുമതി എന്ന് പറയുന്നത് റെയിൽവേ മന്ത്രാലയത്തിന്റെ തത്വത്തിലുള്ള അനുമതി മാത്രമാണ്. ഈ തത്വത്തിലുള്ള അനുമതി ലഭിച്ചതിനെയാണ് ഇപ്പോൾ ഈ ഒരു അനുമതി, പൂർണ്ണ അനുമതി ഇല്ലാതെ ഈ കല്ലിടലുമായി മുന്നോട്ട് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം എതിർക്കുന്നത്. വായ്പയ്ക്കായി വിദേശ ഏജൻസികളെ സമീപിക്കാനുള്ള അനുവാദവും കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്. പക്ഷേ നിർണായകമായ അനുമതികൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നതിലൂടെ അടക്കം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. DPRന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിക്കണം. നീതി ആയോഗ്, ക്യാബിനറ്റ് ധനകാര്യ കമ്മിറ്റി, കേന്ദ്ര മന്ത്രിസഭ, വിദേശ വായ്പ എടുക്കുന്നതിനായി ധനവ്യയ വകുപ്പിന്റെ അനുമതി, ഇങ്ങനെ ഒരു കൂട്ടം അനുമതികൾ ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. ഈ അനുമതികൾ ലഭിക്കുന്നതിനായുള്ള പരിശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സിൽവർ ലൈൻ ട്രാക്കിലാകുന്നതിനായി ഇനിയും കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. 24 വാർത്ത തുടരുന്നു. നിരക്ക് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം 2ാം ദിവസവും പൊതുജനത്തെ വലച്ചു. LDF യോഗത്തിന് ശേഷം നിരക്ക് വർധനയിൽ തീരുമാനമെടുക്കുമെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം നിരക്ക് വർധനയിൽ തീരുമാനമാകാതെ സമരത്തിൽ നിന്നും പിന്നോട്ടു പോകേണ്ടതില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. മിനിമം ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് 6 രൂപയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകളുടെ അനിശ്ചിതകാല പണിമുടക്ക്. സംസ്ഥാനത്ത് തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും സമരം പൂർണ്ണമായി പൊതുജനങ്ങളെ വലച്ചു. കൊല്ലമടക്കമുള്ള തെക്കൻ ജില്ലകളിൽ KSRTC കൂടുതലായി സർവീസ് നടത്തിയത് യാത്രാ ദുരിതം കുറച്ചു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് സമരം ജനജീവിതത്തെ കാര്യമായി ബാധിച്ചത്. പരീക്ഷകൾക്കും ഓഫീസിലേക്കും എത്താൻ യാത്രക്കാർ നന്നേ പാടുപെട്ടു. പണിമുടക്കിനെ കുറിച്ച് ബന്ധം പറയാച്ചപ്പോൾ നമ്മളിപ്പോൾ റേറ്റ് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്തതാണ് ഇപ്പോൾ. പണിമുടക്ക് തീർത്തും അനാവശ്യമാണ്. അവർക്ക് ചാർജ് കൂട്ടി കൊടുക്കാന്നുള്ള കാര്യം ഗവൺമെൻറ് സർക്കാർ ഉറപ്പ് കൊടുത്തതാണ്. പിന്നെ ഈ കുട്ടികളെ പരീക്ഷൻ്റെ സമയത്ത് പണിമുടക്ക് നടത്തുന്നത് തെറ്റായ ഒരു പ്രവണതയായി. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഒറ്റപ്പാലെത്തിയപ്പോൾ എന്താ പറയുക, ബസ്സില്ലാന്ന് അറിഞ്ഞത്. ട്രെയിൻ ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കണുണ്ട്. സർക്കാർ ഓൾറെഡി ഇവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ആകെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒറ്റപ്പാലിന് വന്നാണ് മലപ്പുറം പോകും. മിക്ക ജില്ലകളിലും അധിക സർവീസ് അനുവദിക്കാനായില്ലെങ്കിലും KSRTC ട്രിപ്പുകൾ കൂടുതൽ നടത്തുന്നുണ്ട്. കോഴിക്കോട് യാത്രക്കാരുടെ തിരക്ക് കാരണം KSRTC അധിക സർവീസുകൾ നടത്തി. കാസർഗോഡ് സർവകലാശാല കലോത്സവത്തിനെത്തേണ്ട വിദ്യാർത്ഥികളടക്കം സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് മത്സരത്തിനെത്തിയത്. നിരക്ക് വർധനയിൽ തീരുമാനമാകാതെ സമരം പിൻവലിക്കില്ലെന്ന് സംഘടനകൾ ഉറപ്പിക്കുന്നതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്ന് ഉറപ്പാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരത്തിൽ വലയുകയാണ് ജനം. അവരുടെ പ്രതികരണത്തിലേക്ക്. റേറ്റ് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്തതാണ് ഇപ്പോൾ. കുട്ടികളെ പരീക്ഷൻ്റെ സമയത്ത് പണിമുടക്ക് നടത്തുന്നത് തെറ്റായ ഒരു പ്രവണതയായി. ഒട്ടും അംഗീകരിക്കാൻ പറ്റിയ കേസല്ല. പിന്നെ എക്സാമുള്ള ടൈമിൽ തന്നെ ഇത് വെച്ചപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. സർക്കാർ ഓൾറെഡി ഇവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. അതന്നെ പ്രശ്നം. അവർ പ്രശ്നങ്ങൾ തന്നെ, നമ്മളും പ്രശ്നങ്ങൾ തന്നെ. അവരെക്കാൾ കൂടുതൽ പ്രശ്നം നമുക്കാ. അപ്പം നമ്മളെ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ നോക്കണ്ട്. പണിക്ക് പോകാൻ വേണ്ടി വന്നതിന് അപ്പം പിന്നെ സമയത്തിന് വണ്ടി കിട്ടാത്ത കാരണം പിന്നെ എത്തിപ്പെടാൻ പറ്റില്ലാന്ന് തോന്നി. പിന്നെ ആരും ഇങ്ങോട്ടും വരാൻ കഴിയില്ല. അപ്പം പിന്നെ കുറച്ച് ദൂരെയാണ് പണി. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ വിചാരിച്ചു. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 84 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 106 രൂപ 80 പൈസയായി. ഡീസലിന് 97 രൂപ 97 പൈസയാണ് ഇന്നത്തെ നിരക്ക്. 4 മാസത്തിന് ശേഷം 3 തവണയായി 2 രൂപ 50 പൈസയും ഡീസലിന് 2 രൂപ 45 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇനിയൊരു ദേശീയ വാർത്തയിലേക്കാണ്. ബംഗാളിലെ ബീർഭൂം ആക്രമണ കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. ഏപ്രിൽ 7-നകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് CBIക്ക് കോടതിയുടെ നിർദ്ദേശം. പശ്ചിമബംഗാളിലെ രാംപൂർ ഹാട്ടിൽ 10 പേരെ തീവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി നൽകുന്ന തീരുമാനമാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും CBIക്ക് കൈമാറാനാണ് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഈ കേസ് സ്വമേധയാ പരിഗണിച്ച ഹൈക്കോടതി കേസിലെ ഡയറി സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത്
ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപൂർവമായ ഒരു തീരുമാനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് കേസ് ഏറ്റെടുത്ത് 4 ദിവസം കൊണ്ടാണ് കേസ് മറ്റൊരു ഏജൻസിക്ക് കൈമാറിയിരിക്കുന്നത്. കേസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ ഏപ്രിൽ 7-ന് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സംഘവും ഈ സംഘർഷമുണ്ടായ പ്രദേശം സന്ദർശിക്കും. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തിരുവനന്തപുരം വെമ്പായത്തെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഹൃദ്രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി വിശ്രമത്തിലായിരുന്നു. 2 തവണ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഖബറടക്കം നാളെ വൈകിട്ട് 5-ന് പേരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. മൃതദേഹം KPCC ആസ്ഥാനത്തും DCC ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. തലേക്കുന്നിൽ ബഷീറിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുശോചിച്ചു. പ്രവർത്തകരുമായി ആത്മാർത്ഥമായ സൗഹൃദം പുലർത്തിയ നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ എന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി അനുസ്മരിച്ചു. നമുക്ക് ശ്രീ തലേക്കുന്നിൽ ബഷീർ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു വികാരമാണ്. ഇത്രയേറെ ഈ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന, അതുപോലെ തന്നെ ഈ എല്ലാ അദ്ദേഹത്തെ തേടിയെത്തുന്ന മുഴുവൻ പ്രവർത്തകന്മാരുമായി ഇത്രയേറെ വൈകാരികമായി ബന്ധം പുലർത്തിയിട്ടുള്ള സത്യസന്ധനായ ഒരു നേതാവിനെ നമുക്ക് കണ്ടെത്താൻ വളരെ വളരെ പ്രയാസമായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, സഹകരണ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവ് കൂടിയാണ് തലേക്കുന്നിൽ ബഷീർ. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിനായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. തലസ്ഥാന നഗരിയുടെ കോൺഗ്രസ് മുഖം, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറം വളർന്ന നേതൃപാടവം, സാംസ്കാരിക രംഗത്തും വലിയ സംഭാവനകൾ, മികച്ച പാർലമെന്റേറിയൻ. തലേക്കുന്നിൽ ബഷീർ കോൺഗ്രസ് പാർട്ടിയുടെ സൗമ്യ സാന്നിധ്യമായിരുന്നു. 79-ാം വയസ്സിൽ ഹൃദ്രോഗ ചികിത്സയിലിരിക്കെയാണ് തിരുവനന്തപുരം വെമ്പായത്തെ വീട്ടിൽ അന്ത്യം സംഭവിച്ചത്. ചിറയിൻകീഴിൽ നിന്ന് 2 തവണ ലോക്സഭാംഗമായി, രാജ്യസഭാംഗമായും MLA ആയും പ്രവർത്തിച്ചു. 1977-ൽ കഴക്കൂട്ടത്തുനിന്ന് നിയമസഭയിലെത്തി. AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നിയമസഭാംഗത്വം രാജിവെച്ചു തലേക്കുന്നിൽ ബഷീർ. 1945-ൽ തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപമുള്ള തലേക്കുന്ന് ഗ്രാമത്തിലാണ് ബഷീറിന്റെ ജനനം. വിഖ്യാത നടൻ പ്രേംനസീറിന്റെ സഹോദരി സുഹറയാണ് ഭാര്യ. കേരള സർവകലാശാല യൂണിയൻ അധ്യക്ഷനായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി. KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. 1977-ലും 79-ലും രാജ്യസഭാംഗം. 1972 മുതൽ 2015 വരെ KPCCയുടെ നിർവാഹക സമിതി അംഗം. 1980 മുതൽ 89 വരെ തിരുവനന്തപുരം DCC പ്രസിഡന്റ്. 93-96 കാലഘട്ടത്തിൽ തിരുവനന്തപുരം വികസന അതോറിറ്റി ചെയർമാൻ എന്നീ നിലകളിലെല്ലാം മികവ് തെളിയിച്ചു തലേക്കുന്നിൽ ബഷീർ. 2001 മുതൽ 2004 വരെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2005 മുതൽ 2012 വരെ KPCC വൈസ് പ്രസിഡന്റായും 2011-ൽ കുറച്ചുകാലം KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. പ്രേംനസീർ ഫൗണ്ടേഷൻ, മലയാളം മിഷൻ അധ്യക്ഷൻ എന്നീ നിലകളിലും തന്റെ സാന്നിധ്യമറിയിച്ചു തലേക്കുന്നിൽ ബഷീർ. മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെ രാജീവ് ഗാന്ധി, സൂര്യതേജസിന്റെ ഓർമ്മയ്ക്ക്, വെളിച്ചം കൂടുതൽ വെളിച്ചം എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. നർത്തകി നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷ. നൃത്തം തടസ്സപ്പെടുത്തിയതിൽ പങ്കില്ലെന്നും മതപരമായ കാരണങ്ങളാൽ നൃത്തം തടസ്സപ്പെടുത്തിയെന്ന ആരോപണം വേദനയുണ്ടാക്കുന്നുവെന്നും ബാർ അസോസിയേഷൻ അയച്ച കത്തിൽ ജഡ്ജി വ്യക്തമാക്കുന്നു. തന്റെ ജീവനക്കാരൻ ശബ്ദം കുറയ്ക്കാൻ ഡിവൈഎസ്പിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും കത്തിൽ കലാം പാഷ വ്യക്തമാക്കുന്നു. പാലക്കാട്ട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. സുർജിത്ത്, എന്താണ് ഇപ്പോൾ ജില്ലാ ജഡ്ജി ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത്? സുജയ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗവൺമെന്റ് മോയിൻസ് LP സ്കൂളിൽ നൃത്തപരിപാടി, ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തപരിപാടി നടന്നത്. ഇത് 9:30 വരെ അനുമതി ഉണ്ടായിട്ടും അത് 8:00 പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നത് ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ള ആക്ഷേപം നീന പ്രസാദ് ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ലോയേഴ്സ് യൂണിയൻ കോടതിയിൽ വരെ പ്രതിഷേധം രേഖപ്പെടുത്തി. കോടതി പോർട്ടിക്കോവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ലോയേഴ്സ് യൂണിയന്റെ പ്രതികരണം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റിന് നൽകിയ കത്തിൽ ജില്ലാ ജഡ്ജായിട്ടുള്ള കലാം പാഷ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ നൃത്തം തടസ്സപ്പെടുത്തിയതിൽ തനിക്ക് പങ്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 6 വർഷം കർണാടക സംഗീതം അഭ്യസിച്ചയാളാണ് താൻ.
ഭരതനാട്യത്തിൽ അരങ്ങേറ്റവും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. മതപരമായ കാരണങ്ങളാൽ നൃത്തം തടസ്സപ്പെടുത്തി എന്നുള്ള ആരോപണം വേദനയുണ്ടാക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു. തന്റെ ജീവനക്കാരൻ ശബ്ദം കുറയ്ക്കാൻ ഡിവൈഎസ്പിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതും അദ്ദേഹം ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ അഭിഭാഷക പ്രതിഷേധത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം കത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഈ കോടതി വളപ്പിലെ പ്രതിഷേധം ശരിയായ നടപടിയല്ല എന്നുള്ളത് കലാം പാഷ ചൂണ്ടിക്കാട്ടുകയാണ്. അതോടൊപ്പം തന്നെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നതും ജീവനക്കാർക്ക് അലോസരം ഉണ്ടാക്കുന്നതും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ഒരു കേസ് ഉദ്ധരിച്ചുകൊണ്ട് 2002 ഒരു കേസ് ഉദ്ധരിച്ചുകൊണ്ടുകൂടി അദ്ദേഹം നിലപാട് പങ്കുവെക്കുകയാണ് ഉണ്ടായത്. ശരി, സുർജിത് അയ്യപ്പത്താണ് പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കിട്ടത്. ശ്രീലങ്കയിലെ സാമ്പത്തിക മാന്ദ്യവും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതവും സകല പരിമിതിയും കടന്നിരിക്കുകയാണ്. വിദേശ നാണയത്തിന്റെ ദൗർലഭ്യം എല്ലാ മേഖലകളിലും നാശം വിതച്ചു. 3 പതിറ്റാണ്ടോളം നീണ്ട ആഭ്യന്തര യുദ്ധമടക്കം ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ട ശ്രീലങ്ക ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും ഭീകരമായ പ്രതിസന്ധി നേരിടുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വില. എത്ര പണം നൽകിയാലും അരിയും പഞ്ചസാരയും പരിപ്പും പച്ചക്കറിയും എവിടെയും കിട്ടാനില്ല. വൈദ്യുതി നിലയങ്ങൾ അടച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പവർ കട്ട്. പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ. ഇടയ്ക്ക് കുഴഞ്ഞു വീഴുന്നവർ. പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു. ഭക്ഷ്യക്ഷാമവും മരുന്നുക്ഷാമവും കൊണ്ട് ജനങ്ങൾ മരിച്ചു വീഴുന്നു. ചോദ്യപേപ്പർ അച്ചടിക്കാനുള്ള പേപ്പറുകളില്ലാത്തതിനാൽ പരീക്ഷ പോലും വേണ്ടെന്നു വച്ചു. പാചകവാതക വില കുത്തനെ കൂടിയതിനാൽ മണ്ണെണ്ണയിലേക്ക് തിരിഞ്ഞ ജനത്തിന് അതും കിട്ടാനില്ല. ഇന്ധനം തീർന്ന് നടുറോഡുകളിൽ നിശ്ചലമാകുന്ന വാഹനങ്ങൾ. കഴിഞ്ഞ 2 മാസമായി രാജ്യം നേരിടുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി. സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അക്രമാസക്തരായ ജനക്കൂട്ടം വാഹനങ്ങൾക്ക് തീയിട്ടു. 5 ലക്ഷത്തിലേറെ ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. പട്ടിണി മുന്നിൽ കണ്ട് പലായനം ചെയ്യുകയാണ് ശ്രീലങ്കൻ പൗരന്മാർ. രാജ്യം ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി. റിസർച്ച് ഡെസ്ക് 24. ശ്രീലങ്ക നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് പ്രധാനമായും ഈ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ അയൽ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത്? വിദേശ കടം ഉയർന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വ്യാപാര കമ്മി കൂടി, ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞു വരുന്നു, ഇറക്കുമതി നിലയ്ക്കുന്ന സാഹചര്യം. ഇതെല്ലാമാണ് ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ടൂറിസത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ശ്രീലങ്കയിലേത്. കോവിഡ് മൂലം ആ ടൂറിസം മേഖല പാടെ തകർന്നിരിക്കുകയാണ്. ഒപ്പം രാസവളത്തിന് കൊണ്ടുവന്ന നിരോധനം, ജൈവ കൃഷിയിലേക്കുള്ള മാറ്റം, ഈ തെറ്റായ തീരുമാനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്ക് നാടിനെ കൊണ്ടുപോവുകയായിരുന്നു. അരി ഇറക്കുമതി കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി, തേയില കയറ്റുമതി കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ കടന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് ശ്രീലങ്ക. ലങ്കയുടെ കടം എത്രയാണ് എന്ന് കൂടി പറയാം. വിദേശ കടം എന്ന് പറയുന്നത് 50,000 കോടി ഇന്ത്യൻ രൂപ വരും. അത് അടച്ചു തീർക്കാൻ വഴിയില്ലാതെ ഗതിമുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ശ്രീലങ്ക. ഇതിൽ 10% ചൈനയിൽ നിന്നുള്ള വായ്പയാണ്. അതായത് വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിനായി ചൈനയിൽ നിന്ന് വായ്പയെടുത്തു, പക്ഷേ അത് തിരിച്ചടയ്ക്കാൻ വഴിയില്ല. പൊതുകടം GDP-യുടെ 101% വരും. വ്യാപാര കമ്മി $109 കോടി. ഇറക്കുമതി കൂടിയതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയത്. 46.8% ഇറക്കുമതി കൂടിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് സഹായഹസ്തം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രീലങ്ക കാത്തിരിക്കുന്നത്. ഇന്ത്യ ആ സഹായഹസ്തം ഇതിനകം തന്നെ നീട്ടിത്തുടങ്ങി. $1.4 ലക്ഷം കോടി സഹായമായി നൽകി. $500 മില്യൺ വായ്പയ്ക്ക് ഇന്ധന വിതരണം, അവശ്യ വസ്തുക്കൾക്ക് $100 കോടി സഹായം, അതോടൊപ്പം തന്നെ ടൺ ഡീസൽ നൽകുമെന്നുള്ള വാഗ്ദാനം. അങ്ങനെ ഇന്ത്യ കൈയയച്ചു സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ കടം എഴുതിത്തള്ളേണ്ട അല്ലെങ്കിൽ കടത്തിന് തിരിച്ചടയ്ക്കുന്നതിനായുള്ള സമയപരിധി നീട്ടി നൽകേണ്ട ചൈന ഇപ്പോഴും മൗനത്തിലാണ്. IMF-ലാണ് ഇനി ശ്രീലങ്കയുടെ ഏക പ്രതീക്ഷ. അവരിൽ നിന്ന് എത്ര സഹായം കിട്ടുമെന്നറിയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും. 24 വാർത്ത തുടരുന്നു. CPI അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു സിൽവർ ലൈൻ വിഷയത്തിൽ സംസാരിക്കുകയാണ്. തത്സമയം അതിലേക്ക്. വരുന്ന എല്ലാവരും ഗവൺമെന്റിന് വിരുദ്ധരാണ്, ഇടതുപക്ഷത്തിന് വിരുദ്ധരാണ് എന്നൊരു സമീപനം പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിനർത്ഥം. ശരി.
സിൽവർ ലൈൻ വിഷയത്തിൽ CPIയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ വന്നതിൽ ഒരു വിശദീകരണം നൽകുകയായിരുന്നു. എല്ലാവരും ശത്രുക്കളാണ് എന്നുള്ള ചിന്ത മാറ്റിവെക്കണമെന്നും എടുത്തു പറയുന്നു സിൽവർ ലൈൻ വിഷയത്തിൽ CPI അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു. മറ്റു വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന യോഗം BJP നിയമസഭാ കക്ഷി നേതാവായി യോഗി ആദിത്യനാഥിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി MLA-മാരുടെ യോഗത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് സുരേഷ് കുമാർ ഖന്നയാണ് യോഗി ആദിത്യനാഥിന്റെ പേര് നിർദ്ദേശിച്ചത്. ബേബി റാണി മൗര്യ, സൂര്യപ്രതാപ് ഷാഹി തുടങ്ങിയവർ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ അടക്കമുള്ളവർ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ NDA മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തും. ലഖ്നൌവിലെ വാജ്പേയി സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചൈനയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അഭ്യർത്ഥിച്ച് ചൈന. പ്രതിനിധിതല ചർച്ചകൾക്കായി എത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. വിദേശകാര്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് ചൈനീസ് വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ സന്ദർശിച്ചിരുന്നു. 2020 മെയ് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന് ശേഷം 2 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു മുതിർന്ന ചൈനീസ് നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം പാകിസ്ഥാൻ പാർലമെന്റ് തിങ്കളാഴ്ച പരിഗണിക്കും. ഇന്ന് ചേർന്ന പാർലമെന്റ് സഭാംഗം ഖായൽ സമനും മുൻ അംഗങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിഞ്ഞു. അവിശ്വാസ പ്രമേയ ചർച്ചകൾക്ക് തയ്യാറായാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും സഭയിലെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4-നാകും സഭ വീണ്ടും ചേരുക. യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ യൂറോപ്പിനായില്ലെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. അതേസമയം റഷ്യ പ്രയോഗിക്കുന്ന 60% മിസൈലുകളും യുക്രൈൻ തകർക്കുകയാണെന്ന് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോളണ്ട് അതിർത്തിയിൽ യുക്രൈൻ അഭയാർത്ഥികളെ ഇന്ന് നേരിൽ കാണും. പൂർണ്ണമായും തകർന്ന മരിയുപോൾ കീഴടക്കാനാണ് റഷ്യയുടെ ശ്രമം. ഖാർക്കീവിൽ റഷ്യ ഇന്നും വ്യാപക ഷെല്ലാക്രമണം നടത്തി. 6 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. ഡോണറ്റ്സ്കിലും ലുഹാൻസ്കിലും ആക്രമണം തുടരുകയാണ്. അതേസമയം റഷ്യ കീഴടക്കിയ ബെർദ്വാൻസ് തുറമുഖത്തിൽ റഷ്യൻ കപ്പലായ സാരട്ടോവ് തകർത്തുവെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു. ആക്രമണം തുടരുന്നതിനാൽ മരിയുപോളിലും മിക്കോളാവിലും മരുന്നെത്തിക്കാനാകുന്നില്ല എന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. യുക്രൈനെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാക്കണമെന്ന് സെലൻസ്കി വീണ്ടും ആവശ്യപ്പെട്ടു. ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ യോഗത്തിനിടെയായിരുന്നു ആവശ്യമുന്നയിച്ചത്. യുക്രൈൻ അധിനിവേശം കണക്കിലെടുത്ത് റഷ്യയെ G20-യിൽ നിന്ന് നീക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. സ്ലോവാക്യ, ഹംഗറി, ബൾഗേറിയ, റൊമാനിയ എന്നിവിടങ്ങളിലേക്ക് 40,000 സൈനികരെ വിന്യസിക്കുമെന്നും ബൈഡൻ അറിയിച്ചു. യുക്രൈനിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് UN പൊതുസഭ റഷ്യയോട് ആവശ്യപ്പെട്ടു. സാമ്പത്തിക ഉപരോധം തുടരുന്നതിനിടെ എണ്ണ, പ്രകൃതിവാതക കയറ്റുമതിക്ക് പ്രതിഫലമായി ബിറ്റ്കോയിൻ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോഴിക്കോട്ട് കോളേജ് ഗ്രൗണ്ടിൽ കാറും ബൈക്കുമായി അഭ്യാസ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 3 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിലാണ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ റേസിംഗ് നടത്തിയത്. അഭ്യാസ പ്രകടനത്തിനിടെ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. സ്കൂളിലെ യാത്രയയപ്പ് പരിപാടികളുടെ ഭാഗമായാണ് +2 വിദ്യാർത്ഥികൾ വാഹനങ്ങളുമായി ഗ്രൗണ്ടിലെത്തിയത്. കാറിന്റെ ബോണറ്റിലടക്കം കയറിയിരുന്നായിരുന്നു പ്രകടനം. അമിത വേഗത്തിൽ അപകടകരമായ വിധം ഗ്രൗണ്ടിൽ അഭ്യാസം നടത്തുന്നതിനിടെയാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പരാതിപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ബംഗളൂരുവിലെ മാധ്യമപ്രവർത്തക N. ശ്രുതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവ് അനീഷിന്റെ ശാരീരികവും മാനസികവുമായ പീഡനമാണെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവച്ച് FIR. ഓഫീസിലും പുറത്തും ശ്രുതിയെ അനീഷ് പിന്തുടർന്നിരുന്നുവെന്നും മുറിക്കുള്ളിൽ CCTV സ്ഥാപിച്ച് നിരീക്ഷിച്ചിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം ഭർത്താവ് അനീഷ് കേരളത്തിലേക്ക് കടന്നതായാണ് സൂചന. അനീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്രുതിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണം പൊതുജനങ്ങൾക്ക് റവന്യൂ സേവനം നിഷേധിക്കപ്പെട്ടാൽ സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തും. ഇതിനായി അന്വേഷണത്തിന് സംസ്ഥാനതല ഇൻസ്പെക്ഷൻ സ്ക്വാഡ് രൂപീകരിക്കും. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല ജില്ലകളിലും ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. റവന്യൂ വകുപ്പിലെ വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടാകുന്നുവെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നും നിരവധി പരാതികളാണ് ഉയരുന്നത്. ഇടുക്കി, വയനാട് പോലുള്ള പിന്നാക്ക ജില്ലകളിൽ പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിന് കാരണവും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്.
തുടർന്നാണ് റവന്യൂ വകുപ്പിലെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ നേരിട്ട് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. സേവനങ്ങൾ നിഷേധിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർക്ക് ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കാനാണ് ഇൻസ്പെക്ഷൻ സ്ക്വാഡ് രൂപീകരിക്കുന്നത്. റവന്യൂ വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ സ്പെഷ്യൽ സെക്രട്ടറിമാർ സ്ക്വാഡിൻ്റെ തലവന്മാരാകും. അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ എന്നിവർ ടീമിൻ്റെ ഭാഗമാണ്. ഇൻസ്പെക്ഷൻ സംഘത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ജില്ലാ കളക്ടർമാർ നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തുടർ നടപടികളും സെക്ഷനുകളിൽ തന്നെ തീരുമാനിക്കും. വി.എ. ഗിരീഷ്, 24, തിരുവനന്തപുരം. മലപ്പുറം തിരൂരിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നെന്ന് പരാതി. ആലത്തിയൂർ നടുവിലപ്പറമ്പിൽ ലബീബയെയാണ് തിങ്കളാഴ്ച ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഹർഷാദിനെതിരെയും ഭർത്തൃപിതാവിനെതിരെയുമാണ് കുടുംബത്തിന്റെ പരാതി. തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ലബീബയുടെ മരണം കൊലപാതകമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. കൽപ്പറമ്പിൽ മുസ്തഫയുടെ മകൻ ഹർഷാദുമായി യുവതിയുടെ വിവാഹം നടന്നത്. ഹർഷാദിന്റെ സഹോദരന്റെ ഭാര്യയായിരുന്ന ലബീബയെ ജ്യേഷ്ഠൻ മരിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബറിൽ ഹർഷാദ് വിവാഹം കഴിച്ചത്. ആദ്യ വിവാഹത്തിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഭർത്താവുമായും വീട്ടുകാരുമായും ഉണ്ടായ പിണക്കത്തെ തുടർന്ന് സ്വന്തം വീട്ടിലെത്തിയ ലബീബയെ 2 ദിവസം മുൻപാണ് ഭർത്താവിന്റെ പിതാവ് മുസ്തഫ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അമ്മോസന് മാപ്പിള ഇവർ ഒരാളിൻ്റെ കുട്ടിനെ കൊന്നു. നിരന്തരമായിട്ട് ഓളെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. മൂപ്പർക്ക് ഓളായിട്ട് ഇങ്ങനെ നടക്കണം, അത് അവനക്ക് പറ്റൂല. അവൻ പറഞ്ഞ് ഇപ്പാൻ്റെ ഒപ്പം പോവരുത്, ഇപ്പാൻ്റെ ഒപ്പം നടക്കരുത്. ഞാൻ പറഞ്ഞിടത്തേക്ക് മാത്രം ഓൻ കൊണ്ടടക്കലുമില്ല. ബാത്റൂമിൽ വീണ് പരിക്കേറ്റെന്നാണ് ഭർത്ത വീട്ടുകാർ ലബീബയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ യുവതിയെ ഭർത്താവും ഭർത്തൃപിതാവും നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നതായാണ് ലബീബയുടെ മാതാപിതാക്കളുടെ ആരോപണം. ഇതുവരെ കടക്കേ എല്ലാം ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒരു ആശ്വാസവാക്ക ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം തന്നെ ഒലത്ത് കള്ളത്തരാ, നിരന്തരം പീഡനം. അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ രാത്രി പോയിട്ട് രാവിലെയാണ് വന്നിരിക്കുന്നത്, ബാപ്പിയും നിങ്ങളെ മോളും കൂടി എന്താ പ്രശ്നം ഉണ്ടായതാണെന്ന് പറഞ്ഞു അവനോട് ചോദിച്ചപ്പോൾ. ബന്ധുക്കളുടെ പരാതിയിൽ തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഷഹദ് റഹ്മാൻ, 24, തിരൂർ. 24 വാർത്ത തുടരുന്നു. അപൂർവ രക്താർബുദം ബാധിച്ച ശ്രീനന്ദൻ എന്ന 7 വയസ്സുകാരന് വേണ്ടി കൈകോർത്ത് നാട്. സാമ്യമുള്ള രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്താനുള്ള സാധ്യത 10,000-1 മാത്രമാണ്. ശ്രീനന്ദന് വേണ്ടിയുള്ള രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്താൻ തിരുവനന്തപുരം ഹസൻ മരക്ക ഹാളിൽ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് അഞ്ചൽ സ്വദേശി രഞ്ജിത്ത് ബാബുവിന്റെയും ആശയുടെയും മകൻ 7 വയസ്സുകാരൻ ശ്രീനന്ദന് അപൂർവ രക്താർബുദം ബാധിക്കുന്നത്. അന്നു മുതൽ രക്തം മാറ്റിവെച്ചാണ് ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നത്. എന്നാൽ കുഞ്ഞിന്റെ ശരീരത്തിലെ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന രക്തമൂലകോശം നശിച്ചതോടെ ആ സാധ്യതയും മങ്ങി. ശ്രീനന്ദന്റെ ജനിതകത്തോട് സാമ്യമുള്ള രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്താനുള്ള സാധ്യതയും 10,000-1 മാത്രമാണ്. അത് മാറ്റിവെക്കാനായിട്ട് അതേയുള്ളൂ ട്രീറ്റ്മെൻറ്റ്, മറ്റു മെഡിസിനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ സ്റ്റെറോയിഡ് കൊടുത്ത് അവനെ സ്റ്റേബിളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഒരു ക്യാമ്പയിനിലൂടെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾക്ക് വേണ്ടി തന്നെ 1-2 അടുത്തല്ലാതെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര പേര് വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൽ നിന്നൊരു റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രീനന്ദൻ അനുയോജ്യമായ രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്താൻ തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 5:30 വരെയാണ് ക്യാമ്പ് നടക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഒരു ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ചെറിയ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് ശേഷം അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഒരു ഫോം ഉണ്ട്, ആ ഫോമിൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം സ്വാബ് കളക്ട് ചെയ്യുന്നത്, അത് സ്വാബ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. 45 ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പരിശോധനാ ഫലത്തിൽ ശ്രീനന്ദന് അനുയോജ്യമായ രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കളും നാട്ടുകാരും. 24, തിരുവനന്തപുരം. പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ 100 കോടി രൂപയുടെ ഹെലികോപ്റ്റർ ഗുരുവായൂരിൽ വാഹന പൂജയ്ക്കെത്തിച്ചു. ഔദ്യോഗിക യാത്രകൾക്ക് മുൻപാണ് ഹെലികോപ്റ്റർ പൂജയ്ക്കെത്തിച്ചത്. ഗുരുവായൂരിൽ വാഹന പൂജയ്ക്ക് കാറ്, ബൈക്ക്, ബസ്, ട്രക്ക് തുടങ്ങി നിരവധി വാഹനങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്നലെ ഹെലികോപ്റ്ററാണ് പൂജിക്കാനായി ഗുരുവായൂരിലെത്തിച്ചത്. പ്രമുഖ വ്യവസായി രവിപിള്ളയുടെ H-145 എയർബസ് ഹെലികോപ്റ്ററാണ് പൂജിക്കാനെത്തിച്ചത്. വൈകിട്ട് 3 മണിയോടെ ഗുരുവായൂരപ്പന്റെ ഭക്തരായ രവിപിള്ളയും കുടുംബവും വാഹനം പൂജയ്ക്കെത്തിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി പഴയം സുമേഷ് നമ്പൂതിരി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് പൂജ നടത്തി.
100 കോടിയോളം മുടക്കി ഇന്ത്യയിൽ ആദ്യമായാണ് H-145D3 ഹെലികോപ്റ്റർ രവിപിള്ള വാങ്ങിയത്. ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് രവിപിള്ളയും കുടുംബവും ഹെലികോപ്റ്ററിൽ മടങ്ങിയത്. 24 തൃശൂർ. ഐ ലീഗിൽ ഗോകുലം കേരള FC ഇന്ന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ഗോകുലം 1-ാം സ്ഥാനത്തെത്തും. 5 കളികളിൽ നിന്ന് 13 പോയിന്റുള്ള ഗോകുലം 2-ാം സ്ഥാനത്താണുള്ളത്. 6 മത്സരത്തിൽ നിന്നും 15 പോയിന്റുമായി മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് 1-ാം സ്ഥാനത്ത്. ഇതുവരെ ഒരു മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഗോകുലത്തിന്റെ കുതിപ്പ്. 7 ഗോളുകൾ നേടിയ സ്ലൊവേനിയൻ താരം ലൂക്ക മാൻസൺ ആണ് ഗോകുലത്തിന്റെ പ്രധാന താരം. അതേസമയം മുഹമ്മദൻസ് മുൻ ഗോകുലം താരം മാർക്കസ് ജോസഫിന്റെ പിൻബലത്തിലാണ് ലീഗിൽ മുന്നേറുന്നത്. മാർക്കസ് ഇതുവരെ 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. മത്സരം 24 യൂട്യൂബിൽ തത്സമയം കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.